ഒരു മാസത്തിന് ശേഷമുള്ള ഒരു സീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. മെറിയും വൂജുവും തമ്മിൽ വിവാഹബന്ധമൊക്കെ വേർപെടുത്തുവാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തോളം തീരുമാനം മാറ്റണമെങ്കിൽ മാറ്റാമെന്ന രീതിക്ക് അവർക്കും ഒരു പീരീഡ് ഒക്കെ കൊടുത്തു. അതേസമയം ആ ഒരു മാസം കഴിഞ്ഞിട്ടും അവർക്ക് വിവാഹമോചനം തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഫോംസ് എല്ലാം തന്നെ ഇപ്പോൾ കോടതിയും മെറിക്കും വൂജുവിനുമായിട്ട് കൊടുത്തുവിട്ടിരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം താമസിക്കുവാനുള്ള വീടിന് ഡെപ്പോസിറ്റ് ഒക്കെ കൊടുക്കുവാനായിട്ട് പണമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടായിരുന്നു മെറിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റിനുള്ള പണമൊക്കെ മേടിക്കുവാനായിട്ട് അമ്മേനെ കൺവിൻസ് ചെയ്യിക്കുവാൻ ഇവരും രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മെറിയുടെ അമ്മയുടെ അടുത്തും ഈ ഒരു ഡിവോഴ്സിനെ കുറിച്ച് ഒന്നും തന്നെ അവൾ പറഞ്ഞിട്ടില്ല. കുറച്ചു നാളത്തേക്ക് വിവാഹമൊക്കെ നീട്ടിവെച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലും മെറി ആയിരുന്നല്ലോ വീടെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി ആ വീട്ടിൽ താൻ താമസിക്കുവാനായിട്ട് പോകുന്നില്ല എന്നും എത്രയും വേഗം ഡിപ്പോസിറ്റ് ഒക്കെ തിരിച്ചു മേടിക്കുവാനായിട്ട് ശ്രമിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവളും ഇരിക്കുന്നത്. അതായത് ആ ഒരു വീട് എടുക്കുന്നത് വഴി അവൾക്ക് ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഡിപ്പോസിറ്റ് ഒക്കെ തിരികെ മേടിക്കുകയാണെങ്കിൽ ആ ഒരു പണമെങ്കിലും ലാഭിക്കാമല്ലോ എന്ന് അവളും കരുതുന്നു. ഡിവോഴ്സ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ജെന്നിയുമായിട്ട് ഒരു ഹോളിഡേ ട്രിപ്പ് പോകുവാനായിട്ടായിരുന്നു ഊജു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫോംസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് ഇപ്പോൾ മേറിയുടെ കയ്യിൽ തന്നെയാണ് അവൻ കൊടുത്തിട്ടുള്ളത്. പിന്നീട് വീണ്ടും വരുന്ന സമയത്ത് കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് ഊജുവും അറിയിക്കുന്നു. ഇപ്പോൾ കയ്യിലുള്ള ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് അവർ ഡിവോഴ്സ്ഡ് ആയി എന്നുള്ള രീതിക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ അവർക്ക് കിട്ടുക. നീ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. കുറച്ചു നാളൊക്കെ നമ്മൾ പ്രേമിച്ച് നടന്നു എന്നല്ലേ ഉള്ളൂ. നീയും നല്ലൊരാളെ കണ്ടെത്തി അയാളെ വിവാഹമൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിച്ചു എന്ന് അവനും പറയുകയാണ്. അവളും വളരെ കൂളായിട്ടൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവൾക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. സോ അവളും മനസ്സൊന്ന് ക്ലീൻ ആക്കുവാനായിട്ട് ഇപ്പോൾ ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യുവാനായിട്ട് പോകുന്നു. പക്ഷെ ആ ഒരു ഗെയിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും അവൾക്കും വൂജുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവനില്ലെങ്കിൽ പോലും എന്റെ ലൈഫിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവുകയില്ല. ഞാനും എന്റെ ലൈഫൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ബ്ലൈൻഡ് ഡേറ്റ്സിന് പോകും. ഒരാളെ കണ്ടെത്തും. വിവാഹം കഴിക്കും. പിന്നീട് ഞാനും ഒരുപാട് ട്രിപ്പ് പോകുമെന്നെല്ലാം തന്നെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവളും കരഞ്ഞൊക്കെ പോകുന്നു. നമ്മുടെ ഹീറോ ആയിട്ടുള്ള വൂച്ചും ഹോളിഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരിടത്തുനിന്നും പോകുവാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അവൻ താമസിച്ച സ്ഥലത്തെ ആളും അവന് വേണ്ടിയിട്ട് ഒരു ബ്രെഡൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അവനും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത തവണ വരുമ്പോഴത്തേക്കും ബ്രെഡൊക്കെ മേടിച്ചോണ്ട് വരുന്നതായിരിക്കും. ഈ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ബ്രെഡൊക്കെ കൊടുക്കുന്ന കമ്പനി അത് ഞങ്ങളുടേതാണെന്ന് അവനും പറയുന്നു. ഇപ്പോൾ വൂച്ചുവിന്റെ ബേക്കറി കാണിക്കുകയാണ്. വൂച്ചുവിന്റെ മുത്തശ്ശിയാണ് നിലവിലത് നടത്തി വരുന്നത്. അങ്ങനെയിരിക്കെ കൊറിയയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബേക്കറി ഞങ്ങളുടേതാണ് എന്നും പാരമ്പര്യപരമായിട്ടുള്ള ഒരുപാട് ഡിഷസ് ഒക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ വെറൈറ്റീസ് കൂടി ട്രൈ ചെയ്യാറുണ്ട് എന്നും എല്ലാം തന്നെ ഇപ്പോൾ മുത്തശ്ശിയും അറിയിക്കുന്നു. മുത്തശ്ശിയും ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. നിലവില് മെറിക്ക് ഒരു കോഫി ഷോപ്പിന്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കോഫി ഷോപ്പിന്റെ മൊത്തത്തിലുള്ള ലോഗോ ഒക്കെ ഉണ്ടാക്കുക എന്നതായിരുന്നു അവളുടെ ദൗത്യം. അവളും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഡിവോഴ്സിന്റെ ഫോം എല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. എത്രയും വേഗം ഇത് കോടതിയിലൊക്കെ ഹാജരാക്കിയിട്ട് ഡിവോഴ്സ് മേടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഓർത്തുകൊണ്ട് അവളും അത് ബാഗിലായിട്ട് എടുത്തു വെക്കുന്നു. അപ്പോഴായിരുന്നു അവളെ അന്വേഷിച്ചുകൊണ്ട് അവിടെ പോലീസ് എത്തുന്നത്. അതായത് ഒരാള് വിദേശത്തൊക്കെ പോയ സമയത്ത് അയാൾ ആ വീട് നോക്കുവാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി ആകട്ടെ ഫേക്ക് ആയിട്ട് ഒരാളെ ഇറക്കിയതിനു ശേഷം അയാളാണ് വീടിന്റെ ഉടമസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെറിയുടെ അടുത്ത് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് മെറിയും ആ ഒരു വീട് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് മെറി പണം കൊടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ റിയൽ ആയിട്ടുള്ള ഓണർക്കായിരുന്നില്ല, മറിച്ച് ഫേക്ക് ആയിട്ടുള്ള ഒരു ഓണർക്കായിരുന്നു. സോ റിയൽ ഓണർ റെന്റിന് വീട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ മെറിക്ക് അവിടെ താമസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കൂടാത്തതിന് ഫേക്ക് ഓണർക്ക് പണം കൊടുത്തത് കൊണ്ട് തന്നെ അയാളെ കണ്ടെത്താതെ ഒരിക്കലും മെറിക്ക് കൊടുത്ത പണം തിരിച്ചും കിട്ടുവാനായിട്ട് പോകുന്നില്ല. നിലവിൽ ആ ഫേക്ക് ആയിട്ടുള്ള ആൾ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയുകയില്ല എന്നെല്ലാം തന്നെ പോലീസും മെറിനെ അറിയിക്കുന്നു. മേറിയും ഇപ്പോൾ നേരെ വൂജുവിനെ കോൾ ചെയ്യുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളും അറിയിക്കുന്നു. കൂടാതെ അവന്റെ ഒരു അങ്കിൾ ഉണ്ട്. അയാള് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. സോ അയാളോട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ നിന്നും പണം തട്ടിയ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും നിലവിൽ വൂജുവിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ജെന്നി അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വൂജുവും നമ്മൾ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞവരല്ലേ, സോ നിലവിൽ നമ്മൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഇതെല്ലാം തന്നെ നിന്റെ മാത്രം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കി വിടുന്നു. ഇപ്പോൾ മെറിയും ഒറ്റയ്ക്കിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. അപ്പോൾ അവളും വൂജുവിനെ കുറിച്ച് ആലോചിക്കുന്നു. അതായത് നിലവിൽ അവർ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും അവൻ കൂടി വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവളും പുതിയൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ മേടിക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനും ഒരു കാര്യത്തിലും കൂടെ വരാത്തത് കൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യേണ്ടി വന്നത്. അങ്ങനെയിരിക്കെ അവളായിരുന്നു ആ ഒരു അപ്പാർട്ട്മെന്റ് എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയേറെ പ്രശ്നമാകുമ്പോഴത്തേക്കും നിനക്കൊന്ന് കൂടെയെങ്കിലും നിന്നുകൂടായിരുന്നോ എന്നൊക്കെ അവളും ഓർക്കുകയാണ്.
മെറയുടെ അമ്മയും ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവളെ കോൾ ചെയ്യുന്നുണ്ട്. അവളും ഹാപ്പി ആണെന്നുള്ള രീതിക്ക് മാത്രമായിരുന്നു അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആയിട്ടുള്ള വൂജു എവിടേക്കോ പോവുകയാണ്. പക്ഷെ തേര് അവന്റെ മാപ്പെല്ലാം തന്നെ റീറൂട്ട് ചെയ്ത് വിടുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എവിടേക്കാണ് പോകേണ്ടതെന്ന് പോലും അറിയാതെ അവൻ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവന്റെ മുമ്പിലായിട്ട് നടക്കുകയായിരുന്നു മേറിയും. മേറി ആകട്ടെ പലതവണ വൂജുവിനെ കോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവനും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് കൊണ്ട് തന്നെ ആ ഒരു കോൾസ് ഒന്നും തന്നെ പോകുന്നില്ല. കൂടാതെ ഒരുപാട് മദ്യപിച്ചിട്ട് ആകെ ബോധമൊന്നും ഇല്ലാതെയായിരുന്നു അവൾ നടന്നിട്ടുമുണ്ടായിരുന്നത്. സോ വൂജു വണ്ടിയും ഓടിച്ച് പോകുമ്പോഴത്തേക്കും അറിയാതെ അവൾക്കിട്ട് ചെറുതായിട്ടൊന്ന് തട്ടുകയാണ്. അവളും അവിടെ വീഴുന്നു. മെറി ഓക്കെ ആണോ എന്ന് അറിയുവാനായിട്ട് വൂജുവും അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തിടെ സംസാരിക്കുന്നുണ്ട്. അവളും ഓക്കെ ആണെന്ന് പറയുന്നു. എങ്കിലും ഡോക്ടറിനെ വല്ലതും കാണുവാനായിട്ട് പോകണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവനും അവന്റെ നമ്പർ അവൾക്ക് നൽകുന്നു. ഈ ഒരു സമയത്ത് അവന്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വായിച്ചിട്ടുണ്ടായിരുന്ന അവളും ഇത്രയും നേരം വൂജുവിനെ കുറിച്ചായിരുന്നല്ലോ ഓർത്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു വൂജുവിനെ കാണുമ്പോഴത്തേക്കും ആ വൂജു ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. നീ എന്താ എന്റെ ഫോണൊന്നും എടുക്കാത്തന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളും അപ്പോഴത്തന്നെ അവനെ തല്ലുന്നു. കൂടാതെ അവനായിരിക്കും തന്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിക്ക് മാത്രമായിരുന്നു അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നീ തന്നെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും നീ എനിക്ക് പണം തരണമെന്നുമൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ വണ്ടി ഇടിച്ചതിന്റെ പണം നൽകണമെന്നാണ് അവൻ വിചാരിക്കുന്നത്. സോ അവനും പണം കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നെങ്കിൽ പോലും വലിയൊരു തുകയൊക്കെ അവൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവനും ആകെ ഞെട്ടുന്നു. അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വീടൊക്കെ മേടിക്കുവാനായിട്ട് ഡെപ്പോസിറ്റ് കൊടുത്ത ആ ഒരു പണത്തിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളും എന്റെ അമ്മയുടെ പണമാണത്, എനിക്കത് തിരിച്ചു വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും ഓടി അവന്റെ വണ്ടിയിൽ കയറുന്നുണ്ട്. പക്ഷെ അവളും അവനെ ഒറ്റയ്ക്ക് പോകുവാനായിട്ട് സമ്മതിക്കാതെ അവന്റെ വണ്ടിയിൽ തന്നെ കയറിയിരിക്കുന്നു. പിന്നീട് അവനും ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് അവളെ വണ്ടിയിൽ നിന്നും ഇറക്കി വിടുന്നതും. ഇനിയും എന്റെ പിറകെ വരികയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് അവൻ പോകാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും അവളും അവന്റെ മേത്തായിട്ട് കയറി ഇരുന്നതിന് ശേഷം അവനെ നടക്കുവാനായിട്ട് സമ്മതിക്കാതെ അവന്റെ കണ്ണൊക്കെ പൊത്തി വെച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവനും എങ്ങനെയൊക്കെ അവളെ തള്ളി മാറ്റുന്നു. കൂടാതെ അവൾ സംസാരിക്കുന്നത് അവനും കേൾക്കുകയാണ്. അതായത് നീ എന്തിനാണ് എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നീ കാരണമല്ലേ ഞാനിപ്പോൾ ഒരു ഡിവോഴ്സി ആയത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു സത്യങ്ങളെല്ലാം തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അമ്മ ചങ്ക് പൊട്ടി മരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളും ആകെ വിഷമിക്കുന്നു. അവളുടെ ആ ഒരു വിഷമമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും അപ്പോഴായിരുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ ഒരു മുള്ളിന്റെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവളും നേരെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ മുകളിലാണ്. പക്ഷെ ഒരുപാട് മദ്യമൊക്കെ കുടിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ബോധം ഒന്നും തന്നെ ഇല്ലാതെയാണ് അവൾ ഇരിക്കുന്നതും. അവനും ഇപ്പോൾ അവൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് അവളോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവളും വേദന കാരണം നിലവിളിക്കുന്നു. അങ്ങനെയിരിക്കെ അവനാണ് അവളെ സഹായിക്കുന്നത്. അങ്ങനെ അവനും അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളുടെ ബോഡിയിൽ നിന്നും 17 മുള്ളുകളായിരുന്നു ഇതുപോലെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവളെ നോക്കി ഡോക്ടറും വൂജുവുമായിട്ട് സംസാരിക്കുന്നു. അവളുടെ പേര് ജിൻക്യുങ് എന്നാണ്. അവളും വൂജുവും ഫ്രണ്ട്സ് ആണ്. അങ്ങനെയിരിക്കെ അവളുടെ അച്ഛൻ തന്നെ ആയിരുന്നു ഈ ഒരു വൂജുവിന്റെ മുത്തശ്ശിയുടെ ഡോക്ടർ. അതുകൊണ്ട് തന്നെ വൂജു നാട്ടിൽ വന്നിട്ട് 1 മാസം ആയെന്നുള്ള കാര്യമെല്ലാം തന്നെ അവളും അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി അവന്റെ തന്നെ ഗേൾഫ്രണ്ട് ആണോ എന്ന് ജിൻക്യുങ് ചോദിക്കുമ്പോഴത്തേക്കും അല്ല എന്ന് അവനും അറിയിക്കുന്നു. അവൾ ബോധമില്ലാതെ മദ്യപിച്ച് വഴിയിലൂടെയൊക്കെ നടക്കുകയായിരുന്നു. എന്റെ വണ്ടി അറിയാതെ ചെന്ന് അവൾക്കിട്ടൊന്ന് ഇടിച്ചു. അതുകൊണ്ടാണ് ഞാനും ഇതുപോലെ അവളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചതെന്നുള്ളത് വലിയൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതെല്ലാം തന്നെ നിന്നെ അറിയിക്കാമെന്ന് അവനും പറയുകയാണ്. അവൾക്കും വൂജുവിന്റെ അടുത്തൊരു ഇഷ്ടമുണ്ട്. പക്ഷെ അവളും അതൊന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെയിരിക്കെ നമുക്കൊരു കോഫി കുടിക്കാനായിട്ട് പോയാലോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അതിലെ നടന്നു പോയിട്ടുണ്ടായിരുന്ന മെറീനെ കണ്ടിട്ടുണ്ടായിരുന്ന വൂജു നമുക്ക് പിന്നെ ഒരു ദിവസം കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് അവളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് പോകുന്നു.